ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന് ശേഷം ഇന്നാണ് കേട്ടോ കാണുന്നത്. ഒരു 1 മന്തോളം ആയിട്ടുണ്ടാവുമല്ലേ? നമുക്ക് നടക്കാം. ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് നമുക്ക് ബോറോ മാർക്കറ്റിൽ പോകാന്നുള്ളത്. ഇപ്പോൾ സമയം വന്നിട്ട് 4 മണി കഴിഞ്ഞിട്ട് 5 മണിക്ക് ബോറോ മാർക്കറ്റ് പൂട്ടും. ഞാൻ ഇവിടെ UK വന്നിട്ട് ഞങ്ങൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് UK കാണാൻ ഇറങ്ങിയായിരുന്നേ, ചേട്ടന്മാരും ചേച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ ബോറോ മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല അന്നത്തെ ദിവസം, കാരണം ടൈറ്റ് ഷെഡ്യൂളായിപ്പോയി. അപ്പോൾ അന്നോട്ടുള്ള ആഗ്രഹമാണ് ബോറോ മാർക്കറ്റിൽ വന്നോന്നുള്ളത്. ഇന്ന് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ നമ്മളിത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് വരുന്ന ഈ ബോറോ മാർക്കറ്റ്, അഥവാ ഹിസ്റ്റോറിക് ആൻഡ് എ ബസ്ലിംഗ് ഫുഡ് മാർക്കറ്റ് എന്ന് വേണം പറയാൻ. നല്ല തിരക്കുള്ളൊരു പ്ലേസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പോയതാണെങ്കിൽ സാറ്റർഡേ. കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സിൽ പോകാനായിരിക്കും കേട്ടോ. ഇനി സാറ്റർഡേ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്രൗഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മവിടെ എത്തിയപ്പോഴേക്കും ക്ലോസിങ് ടൈം ആവാറായത് കൊണ്ട് തന്നെ മിക്ക ഷോപ്സും ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളവിടെ പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ പോകണം, എന്നാലേ ഒന്ന് റിലാക്സ് ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ യൂട്യൂബ് ഷോർട്സിലൂടെ വൈറലായ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് ട്രൈ ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ ആയിരുന്നു. അത് മേടിക്കാനായിട്ട് ചെന്നേറെ ക്യൂ ആട്ടോ ഈ കാണുന്നത്. ക്യൂ വലുതായിരുന്നെങ്കിലും ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. താങ്ക് യു. അങ്ങനെ ആ വൈറൽ സ്ട്രോബെറി ചോക്ലേറ്റ് കൈ കിട്ടിയ സന്തോഷം കേട്ടോ കാണുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പേർ കഴിക്കാനായിട്ട് ഈ ഒരു പോർഷൻ ഓക്കെയാണ്. 8 പൗണ്ടാണ് ആയത് ഈ ഒരു ഗ്ലാസ്സിന്. നമ്മുടെ നാട്ടിലൊരു 800 റുപ്പീസ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ കണ്ടത് വൈറലായിട്ടുള്ള പോർക്ക് സാൻഡ്വിച്ച് കിട്ടുന്ന ദ ബ്ലാക്ക് പിഗ് എന്ന് പറഞ്ഞ ഷോപ്പായിരുന്നേ. വേണോ പോർക്ക്? ഞങ്ങൾ 2 പേരും പോർക്ക് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള ടാക്കോസ് കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ചിക്കൻ്റെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പാനിപ്പൂരി കഴിക്കുന്ന എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഒരു 2-3 ടൈപ്പ് ഓഫ് ചട്നി ഒഴിക്കും. ആ ചട്നിക്ക് നമ്മുടെ നാട്ടിലെ ഗ്രീൻ ചട്നിയുടെ കറക്റ്റ് ടേസ്റ്റ്. ഐ മീൻ കേരള സ്റ്റൈലല്ല, പാനിപ്പൂരിയിലെ ഗ്രീൻ ചട്നിയുടെ മീൻ ചട്നി അല്ലേ, അതിൻ്റെ ടേസ്റ്റ്. ഫസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് ഓക്കെയാണ്. സെക്കൻഡ് ട്രൈക്ക് വേണ്ടിയുള്ള ഞങ്ങളെല്ലാം ഷടപടേന്നായിരുന്നു. ഓടി വന്ന് പെട്ടെന്ന് തന്നെ വൈറൽ ചോക്ലേറ്റ് മേടിച്ചു, എന്താ ടാക്കോസ് മേടിച്ചു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു 5 മിനിറ്റ് സംഭവിച്ചു തോന്നുന്നു. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും എല്ലാം കഴിച്ചു തീർന്നു. അതെ, ഞങ്ങൾക്ക് അറിയാലോ 5 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന്. 4:15 ആവാറായപ്പോഴാണ് കയറിയത് അകത്തേക്ക്. ഞങ്ങൾ 2 പേരും യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നോക്കി ഏതാണ് വൈറൽ ഫുഡെന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ കയറിയത്. ഈ കാണുന്ന ഒരു ഓയിസ്റ്റർ ബാറും അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലോബ്സ്റ്ററിൻ്റെ ആ ഡിഷും അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ലോബ്സ്റ്ററിൻ്റെ ഒരു പ്ലേറ്റിന് വരുന്നത് 27 പൗണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ 2700 രൂപയോളം വരുന്നുണ്ട്. പിന്നെ നല്ല ചൂട് കസ്റ്റേർഡ് ഒഴിച്ച് വരുന്ന ഒരു ഡെസേർട്ടാണ് നമ്മൾ തപ്പിപ്പോയത്. ആ ഒരു സംഭവം തപ്പിപ്പോയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഡെസേർട്ട്സ് നമ്മളിവിടെ കണ്ടായിരുന്നു. ആ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക സ്വീറ്റ് ഐറ്റംസും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് കണ്ടത് മഷ്റൂമിൻ്റെ വൈറലായിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടായിരുന്നു. പിടിച്ചാ എങ്ങനെയുണ്ട്? മഷ്റൂമിൻ്റെ ആ ഒരു ഡിഷ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ട് നല്ല യമ്മി ആയിരുന്നു. പേഴ്സണലി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്തത് ട്രിപ്പിൾ കുക്ക് ചെയ്ത് വരുന്ന ഈ ഒരു ചിപ്സ് ആയിരുന്നു. ചിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിപ്സ് അല്ല, ഇവർ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വരുന്നതിന് കേട്ടോ ചിപ്സ് എന്ന് പറയുന്നത്. ഇതും സംഭവം അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ചിപ്സിന്. ഇവിടെ ഒട്ടുമിക്ക ഷോപ്സിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അതിന്റെ പൊക്കത്ത് നമുക്ക് കയറാൻ പറ്റും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. 30 പൗണ്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഞങ്ങൾ ബോറോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര വെറൈറ്റി ഡിഷസ് ആണ് കൂടുതലും. എന്താ പറയാ, എല്ലാ മീറ്റും കഴിക്കുമെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പോർക്ക്, എനിക്ക് ചിക്കൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ്, ഫിഷ്, ലോബ്സ്റ്റർ, അയ്യോ സീ ഫുഡിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട് അവർക്ക്. ഞങ്ങൾ മേടിച്ചില്ല, കാരണം നമ്മുടെ ടേസ്റ്റിനെ എനിക്ക് കണ്ടിട്ടും അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ കുറെ പേര് മേടിക്കണുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സീ ഫുഡിന്റെ സംഭവം.
മൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ഡേയ്സും ഇവിടെ വർക്കിംഗ് ആണ്. ഞാൻ വിചാരിക്കുമായിരുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഷോപ്പ് എന്തായാലും രാത്രി വരെ ഉണ്ടായിരുന്നേനെ. UK ഫുള്ള് ഒട്ടുമിക്ക ഷോപ്സും നേരത്തെ തന്നെ ക്ലോസ് ചെയ്യും കേട്ടോ. എനിക്കൊന്ന് പകുതി മുക്കാലും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. ലണ്ടൻ ബ്രിഡ്ജ് ഇവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാം. സോ നമുക്ക് ഫസ്റ്റ് സൂപ്പർ ഡ്രഗിൽ പോകാം, എന്നിട്ട് നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാം. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് കിട്ടുന്ന ഷോപ്പാണ് സൂപ്പർ ഡ്രഗ്. മിക്കയിടത്തും UK ഈ ഒരു ഷോപ്പ് വരുന്നുണ്ട്. അയർലൻഡിലും UK ആയിട്ട് നിയർലി ഒരു 900 സ്റ്റോഴ്സോളം ഇവർക്ക് ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. ഇതാണോ? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടവർ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഹർഷയെടുത്ത് പറയായിരുന്നു, നിനക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഹർഷയുടെ മുടി ശ്രദ്ധിക്കണത്. പെട്ടെന്ന് അതേതാ ഇവിടെ നിന്ന് ഒരു മലയാളിയുടെ സൗണ്ട്. അല്ല, മലയാളിയുടെ സൗണ്ട് ഒന്നും മലയാളം പറയണത്. ഗായ്സ്, നമ്മളങ്ങനെ ടവർ ബ്രിഡ്ജിന്റെ അടുത്തെത്താറായിട്ടാ. നീ കാണുന്നുണ്ടോ ടവർ ബ്രിഡ്ജ്? അത് നോക്കൂ, ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ ആ ഒരു ബിൽഡിങ്ങിന്റെ പൊക്കത്ത്. ഞാൻ സൂം ചെയ്തെടുത്തതാണ് ഗൈസ് നിങ്ങളെ കാണിക്കാൻ. ലണ്ടൻ ബ്രിഡ്ജ് അതാണ് ലണ്ടൻ ബ്രിഡ്ജ്. കാണുന്ന ബ്രിഡ്ജ് കണ്ടോ? ടവർ ബ്രിഡ്ജ്. ഈ കാണുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ആണെന്നാണ് കുറേ പേരുടെ വിചാരം. പക്ഷെ അത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, അത് ടവർ ബ്രിഡ്ജ് ആണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രിഡ്ജ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് ചേച്ചിയാണ് പറഞ്ഞു തന്നത് അത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ആ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ് എന്നുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയതുണ്ടല്ലോ, നമ്മൾ ഈ എറണാകുളംകാർ ഫോട്ടോ ബീച്ച് വരുന്ന പോലെയാണ് ലണ്ടനിലുള്ളവർ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. നമ്മളവിടെ ഒരു 2-3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് ഒരു 8 o'clock ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ട്യൂബ് കയറി നേരെ ഈസ്റ്റ് ഹാമിലോട്ടാണ് പോകുന്നത്. ഈസ്റ്റ് ഹാം അറിയപ്പെടുന്ന തന്നെ UK സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെയാണ് കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് ഉള്ളത്. മാത്രമല്ല ഒരുപാട് സൗത്ത് ഇന്ത്യൻ ഹോട്ടൽസും അവിടെ ഉണ്ട്. ഈ പ്രാവശ്യം നമ്മൾ അനന്തപുരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഹർഷ എന്തൊക്കെ ഓർഡർ ചെയ്താ? അയ്യോ, ഒരു ചിക്കൻ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, ഒരു പാൽക്കപ്പ, പിന്നെ കണവ റോസ്റ്റ്, പിന്നെ എന്തായിരുന്നു കിങ് ഫിഷ് ഫ്രൈ, ചിക്കൻ 65. അത്രേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. UK വന്നതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയ സംഭവം കേട്ടോ ചിക്കൻ 65. നല്ല അടിപൊളി ചിക്കൻ 65. അവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ പാൽക്കപ്പയും ചിക്കൻ കറിയായിരുന്നു. നല്ല വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു തോന്നുന്നു. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. ഈ ഒരു നെയ്മീൻ ഫ്രൈയും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് രണ്ടുപേരും നേരിട്ടുണ്ടാവും നെട്ടിപ്പോട്ടോ. നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ഔട്ട്ഫിറ്റ്. സത്യം പറഞ്ഞത് പറഞ്ഞിട്ടതല്ല, കോയിൻസിഡൻ്റലി അങ്ങനെ ആയതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു. ഫുഡ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ്ലി ടേക്ക് അവേ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിവിടുന്ന് 2 വഴിക്ക് പോവുകയാണ് ഗൈസ്. ഞാനിവിടുന്ന് ട്യൂബ് കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി ഹർഷനെ ട്യൂബ് സ്റ്റേഷനിലാക്കിയിട്ട് ഞാൻ ഊബറും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇനി ഞാനിവിടെ നേരെ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. ചേച്ചിയുടെ വീട്ടിലോട്ട് ഇവിടെ നിന്ന് 20 minutes ആട്ടോ വരുന്നത്. ഞാൻ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.